ഗ്ലോറി ടു ഗോഡ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ നിറഞ്ഞ സാന്നിധ്യം, ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാൻ സർവശക്തനായ ദൈവം നമുക്കെല്ലാവർക്കും ഒരിക്കൽ കൂടെ അവസരം തന്നല്ലോ. ദൈവത്തിൻ്റെ വചനം നമ്മെ രൂപാന്തരപ്പെടുത്തുകയും നമ്മെ സ്വാധീനിക്കുകയും നമ്മെ സ്പർശിക്കുകയും നമുക്ക് രൂപാന്തരം വരുത്തുകയും ഒക്കെ ചെയ്യുന്ന ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ കർത്താവായ യേശു ക്രിസ്തു മുന്നമേ കണ്ടിരുന്ന തിരഞ്ഞെടുത്ത പാത്രങ്ങളാകുന്ന നമുക്കെല്ലാവർക്കും കർത്താവ് നൽകിയ ഈ നല്ല അവസരത്തിനായി ഞാൻ എൻ്റെ ദൈവത്തെ ഹൃദയ പരമാർത്ഥതയോടെ സ്തോത്രം ചെയ്യുന്നു. സമയമൊട്ടും വൈകാതെ ദൈവവചനത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ എന്നും പറയുന്നത് പോലെ, എപ്പോഴും ഓർപ്പിക്കുന്ന പോലെ ഞാൻ പറയുന്ന എല്ലാ ദിവസവും രാവിലെ 6:30-ക്കും വൈകിട്ട് 6:30-ക്കും നമുക്ക് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവെഴുത്ത് ഈ ചാനലിൽ മുടക്കങ്ങളില്ലാതെ ദൈവത്തിൻ്റെ ആത്മാവ് ഇങ്ങനെ നടത്തിക്കൊണ്ട് പോവുകയാണ്. നിങ്ങൾ ഈ ദിവസങ്ങളിലെ സന്ദേശങ്ങളൊന്നും നിങ്ങൾ പാഴാക്കരുത്. അത്ര ദൈവ സാന്നിധ്യം നിറയുകയും ദൈവാലോചന പ്രകാരം, ദൈവ ഇഷ്ടപ്രകാരം, ദൈവഹിതപ്രകാരം തിരഞ്ഞെടുക്കുന്ന ഓരോ ടോപ്പിക്കുകൾ നമ്മുടെ ഈ ചാനലിൽ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുന്നു. ആ വചനം അനേകരെ ശുശ്രൂഷിക്കുന്നു. അതൊന്നും എൻ്റെ കഴിവോ എൻ്റെ മിടുക്കോ അല്ല. അതൊക്കെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെ കൊടുക്കുന്ന ദൂതുകളാണ്, ആശയങ്ങളാണ്. നിങ്ങളൊരു കാര്യം കൂടെ മനസ്സിലാക്കണം. ഇതിനകത്ത് സംസാരിക്കുമ്പോൾ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ ഒത്തിരി ദൈവാലോചനകൾ സ്വീകരിക്കുന്നുണ്ട്. ഞാൻ ശുശ്രൂഷിക്കുന്ന എന്നിലൂടെ ദൈവാത്മാവ് സംസാരിക്കുന്ന ആ വേർഡിൽ നിന്ന് ഞാൻ ഒത്തിരി കാര്യങ്ങൾ പുതിയതായി പഠിക്കുന്നു, പുതിയതായി ഞാൻ സ്വീകരിക്കുന്നു. മീൻസ് നമ്മൾ ഒരുമിച്ചാണ് ഈ കൂട്ടായ്മയിൽ, ഈ ശുശ്രൂഷയിൽ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മാന്യ സഹോദരങ്ങളെ, ഞാൻ സ്നേഹത്തോടെ നിങ്ങളോട് പറയുന്നു, ഇതിന് മുന്നേയൊക്കെ ഇന്നലത്തെയും മിനിങ്ങാന്നത്തെ ഒക്കെ ഒത്തിരി നാളുകൾ കൊണ്ടുള്ള സന്ദേശങ്ങൾ ഞങ്ങളുടെ ഈ ചാനലിലുണ്ട്. കഴിയുമെങ്കിൽ സമയം കണ്ടെത്തി നിങ്ങൾ ഓരോ വീഡിയോസായിട്ട് നിങ്ങൾ കണ്ട് അത് ഫോളോ ചെയ്യുക. അത് ജീവിതത്തിൽ ഒത്തിരി മാറ്റം കൊണ്ടുവരും, സൗഖ്യങ്ങൾ കൊണ്ടുവരും, വിടുതലുകൾ കൊണ്ടുവരും. എനിക്കിന്നും ഓർമ്മയുണ്ട്, ഞാൻ മുന്നേ ഫേസ്ബുക്കിൽ ലൈവ് കൊടുത്തുകൊണ്ടിരുന്ന സമയത്ത് ഫേസ്ബുക്കിൽ എത്രയോ വർഷം മുന്നേ പ്രസംഗിച്ചിട്ട ഒരു ദൈവവചനം എങ്ങനെയോ ഒരു സഹോദരി കണ്ട് ആ മെസ്സേജിലൂടെ, ഫേസ്ബുക്കിലെ അന്ന് ഇത്രയും സംവിധാനങ്ങളോ ക്ലാരിറ്റിയോ ശബ്ദവ്യക്തതയോ ഒന്നുമില്ല, ഫോണും ഡയറക്റ്റ്ലി ഞാൻ സംസാരിക്കുന്നു, ഫോണിലെ മൈക്ക് അത് റെക്കോർഡ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ആ മെസ്സേജിലൂടെ കർത്താവ് വലിയ വിടുതലുകളും സൗഖ്യങ്ങളും അഭിഷേകവും ഒക്കെ പകർന്നത് എന്നെ വിളിച്ച് പറയാനിടയായി. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം, ഇത്ര പവർഫുള്ളാണ് ദൈവത്തിൻ്റെ വചനം. നമുക്ക് പ്രതീക്ഷിക്കാൻ വകയുണ്ട് ദൈവമക്കളെ. അതുകൊണ്ട് വളരെ പ്രത്യേകതയുണ്ട് ഇന്നത്തെ സന്ദേശം. വളരെ വളരെ താല്പര്യത്തോടെ നിങ്ങളെല്ലാവരും കേൾക്കുക. ഒരുപാട് പേര് നമ്മുടെ ഈ വീഡിയോസ് കണ്ട് ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് എന്നോട് പലരും വിളിച്ച് പറയാറുണ്ട്. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങളും അത് ചെയ്യുക. ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളും അത് ചെയ്യുക, മറ്റുള്ളവർ കൂടെ അയച്ചു കൊടുക്കുക. കാരണം ഒരു ആത്മാവും കൂടെ ഒരു സാക്ഷിയായി മാറുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. അതിനുള്ള പ്രതിഫലം തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് മക്കളുണ്ടെങ്കിൽ അവർക്കുണ്ട്, മക്കളുടെ മക്കൾക്കുണ്ട്. തലമുറയായി അനുഗ്രഹിക്കുന്ന ദൈവമാണ്. തലമുറയായി അനുഗ്രഹിക്കുന്ന ദൈവമാണ്. നമ്മൾ അതിന് ദൈവം വിളിച്ചിരിക്കുന്നത് കൊണ്ട് അനുഗ്രഹിക്കപ്പെടാനാണ് കർത്താവ് നമ്മളെല്ലാവരെയും വിളിച്ചിരിക്കുന്നത്. അല്ലേ ആണ്, അനുഗ്രഹിക്കപ്പെടാനാണ് വിളിച്ചേക്കുന്നത്. കർത്താവ് അതിന് നമ്മെ സഹായിക്കട്ടെ. അതുകൊണ്ട് ഞങ്ങൾ എല്ലാ ദിവസത്തെയും രാവിലെയും വൈകിട്ട് നടക്കുന്ന മീറ്റിങ്ങിൽ നിങ്ങളെല്ലാവരും പങ്കെടുക്കണമെന്ന് കർത്താവിൻ്റെ അഭിഷിക്തൻ എന്നുള്ളൊരു നിലയിൽ എനിക്ക് ഒത്തിരി ആഗ്രഹമുണ്ട്. നിങ്ങൾ പങ്കെടുക്കണം. സമയം പോലെ അതും ഞാൻ മാനിക്കണമല്ലോ. സമയം പോലെ നിങ്ങൾ പങ്കെടുക്കുക, മറ്റുള്ളവരെ കൂടെ അറിയിക്കുക. ഈ കൂട്ടായ്മയിൽ ഒരു പങ്കാളിയായി നിങ്ങളും തുടരുക. ഒരുമിച്ച് കർത്താവിൻ്റെ രാജ്യത്തെ വരവേൽക്കാൻ തയ്യാറെടുക്കാം. തിരുവചനത്തിലെ അമ്മമാർ വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു സന്ദേശമാണ്. തിരുവചനത്തിലെ അമ്മമാർ ഒത്തിരി പറയാനുണ്ട്, അത്രയ്ക്കുള്ള സമയമില്ല. തിരുവചനത്തിലെ അമ്മമാർ, അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ചില വചനങ്ങൾ ഞാൻ പറയുകയാണ്. ഉൽപ്പത്തി പുസ്തകം 24-ാമത്തെ അധ്യായം 53-ാമത്തെ വാക്യം. ഞാനൊന്ന് ജസ്റ്റ് ബ്രീഫ് ചെയ്യാനുള്ള ടൈമേ നമുക്കുള്ളൂ. അറിയാമല്ലോ, നമുക്ക്
ചെറിയ ചെറിയ സന്ദേശങ്ങളായിട്ടാണ് ഈ അടുത്ത ഇടകളായിട്ട് ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മുൻപേ 2 മണിക്കൂർ വരെ ദൈവവചനം മുമ്പോട്ട് പോയ സമയമുണ്ട്. നമ്മൾ കറക്റ്റ് 6:45 7 മണിക്കൊക്കെ മെസ്സേജ് തുടങ്ങിക്കഴിഞ്ഞാൽ 9, 9, 10, 9:40 വരെ പോയ സമയമുണ്ട്. പക്ഷേ ചിന്തിച്ചപ്പോൾ അതൊരുപാട് പേർക്ക് ബുദ്ധിമുട്ടാണ്. ഒരുപാട് പേർക്ക് അത് കാരണം എല്ലാവരും ഏറെയും വീട്ടമ്മമാരാണ് കൂടുതലും ചാനൽ വിസിറ്റ് ചെയ്തത് നമ്മുടെ ഈ കൂട്ടായ്മയിൽ. പുരുഷന്മാരുണ്ടില്ലെന്നല്ല. അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ ക്രമീകരിക്കുന്നതിൽ വീഴ്ചകൾ വരുമ്പോൾ വീട്ടിൽ അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടാകും. അതൊക്കെ മാനിച്ച് നമ്മളിപ്പോൾ സമയം വളരെ വെട്ടിച്ചുരുക്കി ഒരു 3/4 മണിക്കൂറിനകത്ത് മാക്സിമം മെസ്സേജ് കൊടുത്ത് നിർത്താനാണ് ഇപ്പം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഒത്തിരി വിശദീകരിച്ച് പറയാനുള്ള സമയം ഇല്ല. നമുക്ക് സ്പെഷ്യൽ മീറ്റിങ്ങിലൊക്കെ നമുക്ക് കുറച്ചുകൂടെ സമയം മുൻപോട്ടെടുത്ത് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. ഇപ്പം നമ്മൾ ആ ദൈവവചനങ്ങളെ നാം ശ്രദ്ധിക്കാനായി പോകുകയാണ്. ഉൽപ്പത്തി പുസ്തകം 24-ാമത്തെ അധ്യായം 53-ാമത്തെ വാക്യം നോക്കി. പിന്നെ ദാസൻ വെള്ളിയാഭരണങ്ങളും പൊന്നാഭരണങ്ങളും വസ്ത്രങ്ങളും എടുത്ത് റിബേക്കായ്ക്ക് കൊടുത്തു. അവളുടെ സഹോദരനും അമ്മയ്ക്കും വിശേഷ വസ്തുക്കൾ കൊടുത്തു. അവളുടെ അമ്മയ്ക്കും സഹോദരനും വിശേഷ വസ്തുക്കൾ കൊടുത്തു. ആരാണ്? റിബേക്കായുടെ അമ്മയെയാണ് ഇവിടെ ബഹുമാനിക്കുന്നത്. അപ്പോൾ ഒന്നാമത് തിരുവചനത്തിലെ അമ്മമാർ എന്ന സബ്ജക്റ്റിൽ മാനിക്കപ്പെടുന്ന ഒരമ്മയെ പരിശുദ്ധാത്മാവ് ചൂണ്ടിക്കാണിക്കുന്നത്. എന്തുകൊണ്ടാണ് റിബേക്കായുടെ അമ്മയെ അബ്രഹാമിന്റെ ദാസൻ എന്ന് ഇവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന എലിയേസർ എന്ന മനുഷ്യൻ ആദരിക്കാനുള്ള കാരണം? ഈ അമ്മ ഈ മകളെ വളർത്തിയിരിക്കുന്നത് അത്രയും ദൈവകൃപയോടും എളിമയോടും താഴ്മയോടും ദൈവഭയത്തോടും ആതിഥ്യ മര്യാദയോടും. ഒരു വ്യക്തി വന്നാൽ എങ്ങനെ സൽക്കരിക്കണം, ഒരു വ്യക്തിയോട് എങ്ങനെ ഇടപെടണം, ഒരു വ്യക്തിയോട് എങ്ങനെ സംസാരിക്കണം, ഒരു വ്യക്തിയെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം, ഇതെല്ലാം വളരെ വ്യക്തമായി പഠിപ്പിക്കാതെ എലിയേസർ എന്ന ഒരു മനുഷ്യൻ ഈ റിബേക്ക എന്ന വ്യക്തി ദൈവഹിത പ്രകാരം എൻ്റെ യജമാനന്റെ മകന് ഭാര്യയായി വരുവാനുള്ളവനാണ് എന്ന് ഒരു തീരുമാനത്തിൽ എത്തുകയില്ല. മാത്രമല്ല, ഈ കുഞ്ഞിന്റെ രീതികൾ വെച്ച് ഈ റിബേക്ക എന്ന് പറയുന്ന ഈ മകൾ വെള്ളം കോരാൻ പോയ സമയം അവിടെ വെച്ചാണ്, ഞാൻ വളരെ ചുരുക്കിയാണ് പറയുന്നത്, അവിടെ വെച്ചാണ് റിബേക്കായും അബ്രഹാമിന്റെ ദാസനാകുന്ന എലിയേസർ എന്ന് പറയുന്ന മനുഷ്യനും അവിടെ കൂടിക്കാഴ്ച നടത്തുന്നത്. ആ കൂടിക്കാഴ്ചയിൽ തന്നെ ദൈവാത്മാവ് എലിയേസറിന്റെ ഉള്ളിൽ കൊടുക്കുകയാണ്, നീ അന്വേഷിച്ചു വന്ന നിന്റെ യജമാനന്റെ മകനാകുന്ന ഇസ്ഹാക്കിന്റെ ഭാര്യയായി നിനക്ക് തെരഞ്ഞെടുക്കാൻ വേണ്ടി ഉള്ളവൾ തന്നെയാണ് ഇപ്പോൾ നിന്റെ മുൻപിൽ നിൽക്കുന്നത് എന്ന് ദൈവം ഉള്ളിൽ പ്രേരിപ്പിച്ച പ്രകാരം തൻ്റെ വീട്ടിലേക്ക് പോകുകയും അവിടെ വെച്ച് പല കാര്യങ്ങൾ ഇവർ ചർച്ച ചെയ്യുകയും അതിൻ ഫലമായി തൻ്റെ മകളെ തൻ്റെ യജമാനന്റെ മകന് വേണ്ടി കൊടുക്കണമെന്ന് ആവശ്യപ്പെടുകയും ശേഷം നടക്കുന്ന ചില സംഭാഷണങ്ങളോടുകൂടെ ഈ പറയുന്ന വെള്ളിയാഭരണങ്ങളും രത്നങ്ങളും പൊന്നുമെല്ലാം കൊടുത്ത് അമ്മയെയും സഹോദരനെയും മാനിക്കുന്ന ഒരു ഭാഗമാണ് ഞാനിപ്പോൾ ഇവിടെ വായിച്ചത്. ഒത്തിരി ചരിത്രത്തിലോട്ട് പോകാൻ നമുക്ക് സമയമില്ല. ഞാനൊരു ദൈവാലോചന മാന്യ സഹോദരങ്ങൾക്ക് കൈമാറുകയാണ്. മക്കളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അമ്മമാർ ഇതിനകത്തുണ്ടെങ്കിൽ എന്നെ ശ്രദ്ധിച്ച് കേൾക്കണം. മക്കളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് അവർക്കൊരു തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന അമ്മമാർ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ഞാൻ ആത്മനിറവിൽ ഈ വചനം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, പ്രിയപ്പെട്ട അമ്മേ, ഞാൻ നിങ്ങളെ നോക്കി ഞാൻ പ്രവചിക്കുകയാണ്. ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവചിക്കുകയാണ്. അവരുടെ വിവാഹം നടക്കാത്തതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അനുഭവിക്കുന്ന അപമാനങ്ങൾ മാറി മാനിക്കപ്പെടുന്ന ഒരു നിലവാരത്തിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ കൊണ്ടുവന്നിരിക്കും. അമ്മ മാനിക്കപ്പെട്ടതിൻ്റെ കാരണം
മക്കളെ വളർത്തിയേക്കുന്ന രീതിയും കൂടെ കൊണ്ടാണ്. മാതാപിതാക്കളെ, നമ്മുടെ മക്കൾ ഏറ്റവും നല്ല ഉന്നത നിലവാരത്തിൽ എത്തുന്നതിൻ്റെ പിന്നിൽ അവരെ പ്രാർത്ഥനയോടും ശിക്ഷണത്തോടും പ്രാഗൽഭ്യത്തോടും ഉപദേശത്തോടും കൂടെ വളർത്തുന്ന മാതാപിതാക്കൾക്കുള്ള ഒരു റിവാർഡും കൂടെ അതിനകത്തുണ്ട്. മക്കൾ ഏറ്റവും ഹയർ പൊസിഷനിൽ വെറുതെ എത്തില്ല. അതിൻ്റെ പിന്നിൽ പണം മുടക്കുന്ന മാതാപിതാക്കളെ അല്ല സമൂഹത്തിനും മാതൃകയുള്ള മക്കൾക്കും ആവശ്യം. പിന്നെയോ പ്രാർത്ഥനയോടെ പിന്താങ്ങുന്ന മാതാപിതാക്കളെ കൂടെയാണ് ആമേൻ മക്കൾക്ക് ആവശ്യം. ഹല്ലേലൂയ. ഇവിടെ ഈ അമ്മ മാനിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ തിരുവചനം അനുശാസിക്കുന്ന നിലയിൽ ഈ അമ്മയപ്പന്മാർ മക്കളെ വളർത്തി എന്നുള്ളത് കൊണ്ടാണ് വെളിയിൽ നിന്നൊരു വെളിരാജ്യത്തിൽ നിന്ന് വന്ന ഒരു വെളി പ്രദേശത്ത് നിന്ന് വന്ന എലിയേസർ എന്ന ഒരു വ്യക്തിക്ക് ഒരൊറ്റ നോട്ടത്തിൽ റിബേക്കായെ ഇഷ്ടപ്പെട്ടതും ദൈവാത്മാവ് ഇടപെട്ടതും. നിങ്ങളുടെ മക്കൾ ചില ഇടങ്ങളിലേക്ക് ചെന്ന് നിൽക്കുമ്പോൾ അവർ വാ തുറക്കാതെ തന്നെ ദൈവം ചിലരുടെ ഉള്ളത്തിൽ ഇടപെടും. വിശ്വസിക്കാൻ പറ്റുമോ ഈ ദൂത്? ഞാൻ വിശ്വസിക്കുകയാണ്. ഞാൻ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ആലോചന ഏറ്റെടുക്കുകയാണ്. റിബേക്കായുടെ വരവും റിബേക്കായുടെ ഇടപെടലും റിബേക്കായുടെ സഹകരണവും മാത്രം കണ്ടപ്പോൾ ആവശ്യത്തോളം വെള്ളം എടുത്തുകൊള്ളുക, ഇനിയും ഞാൻ കോരിത്തരാൻ തയ്യാറാണ് എന്ന് പറയുന്ന റിബേക്കായുടെ സഹകരണ മനോഭാവം കണ്ടപ്പോൾ, പ്രവർത്തനം കണ്ടപ്പോൾ തന്നെ എലിയേസറിന്റെ ഉള്ളത്തിൽ ദൈവാത്മാവ് ഇടപെട്ടു എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു പ്രവചന ശബ്ദം മറഞ്ഞു കിടപ്പുണ്ട്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളുടെ മക്കൾ എവിടെയെങ്കിലും താഴ്ത്തപ്പെടുകയോ അപമാനിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട് എങ്കിൽ അവരുടെ പ്രയത്നങ്ങൾ ആരും കണ്ടില്ല എന്ന് നടിക്കുകയും അവരുടെ പ്രയത്നങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും കുറ്റം വിധിച്ച് വേദനിപ്പിക്കുകയും ചെയ്യുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ആ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ ആ പ്രവചന ശബ്ദം നിങ്ങളോട് പറയുകയാണ്. ഇവിടെ ചില മിനിറ്റുകൾ കൊണ്ടുള്ള ഒരു സംഭാഷണത്തിനിടയിൽ റിബേക്കായുടെ പ്രവർത്തനത്തെ അംഗീകരിക്കുകയും തൽഫലമായി ദൈവാത്മ ഇടപെടലോടെ നിയോഗത്തോടെ മനസ്സിന്റെ ഐക്യതയോടുകൂടെ റിബേക്ക തന്റെ യജമാനനാകുന്ന അബ്രഹാമിന്റെ മകനായ ഇസ്ഹാക്കിന് ഭാര്യയായി കൊണ്ടുവന്നിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇതെന്നും ഇത് ദൈവനിയോഗമാണെന്നും എലിയേസർ തീരുമാനിച്ച് അംഗീകരിച്ചുറച്ചതുപോലെ നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും സ്വർഗത്തിലെ ദൈവം അംഗീകരിപ്പിക്കാൻ നിങ്ങൾ വാ തുറക്കണമെന്നില്ല. നിങ്ങളുടെ പ്രവർത്തനത്തിനകത്തുകൂടെ വെളിപ്പെടുന്ന ഒരു അനോയിന്റിംഗ് വ്യാപരിച്ചാൽ മതി. അതിന്റെ പിന്നിൽ ഈ അമ്മയെ ഉൾപ്പെടെ എലിയേസർ ആദരിച്ചത് അവിടെ നിൽക്കട്ടെ. രത്നം കൊടുത്തതും വെള്ളി കൊടുത്തതും പൊന്നു കൊടുത്തതും എല്ലാം അവിടെ നിൽക്കട്ടെ. ഈ റിബേക്കായുടെ അമ്മയെ ദൈവം അംഗീകരിച്ചതുകൊണ്ടാണ് എലിയേസറിനെ പോലെ ഒരു പുറം പ്രദേശത്തു നിന്ന് വന്ന വ്യക്തി അംഗീകരിച്ചത്, മാനിച്ചത്. ഇന്ന് ഏതെങ്കിലും അമ്മമാർ അവമാനിക്കപ്പെടുന്ന അവസ്ഥയിൽ എന്നെ കേൾക്കുന്നുണ്ടോ? ഏതെങ്കിലും അമ്മമാർ അംഗീകാരമില്ലാത്ത അവസ്ഥയിൽ എന്നെ കേൾക്കുന്നുണ്ടോ? ഏതെങ്കിലും അമ്മമാർ വേദനയോടെ എന്നെ കേൾക്കുന്നുണ്ടോ? ഈ തിരുവചനത്തിനകത്തേക്ക് പ്രവേശിക്കുക പ്രിയപ്പെട്ടവരെ. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് പറയുന്നു, ഈ റിബേക്കായുടെ മാതാവിനെ ദൈവം അംഗീകരിച്ച് എലിയേസറിനെ കൊണ്ട് അംഗീകരിപ്പിച്ച പോലെ, ദൈവം മാനിച്ച് എലിയേസറിലൂടെ മാനിപ്പിച്ചതുപോലെ നിങ്ങളെയും നിങ്ങളുടെ തലമുറകളിലൂടെ മാനിക്കാൻ എൻ്റെ ദൈവത്തിന് സമയമായി. ഹല്ലേലൂയ. ഒരു ആമേൻ പറയാൻ പറ്റുമോ? അതിൻ്റെ പിന്നിൽ മകളെ വളർത്തിയ ഒരമ്മയ്ക്കുള്ള റിവാർഡാണ്. അതിൻ്റെ പിന്നിൽ പ്രാർത്ഥനയോടെ ഈ മകളെ വളർത്തിയ ആൾക്കാരോട് എങ്ങനെ പെരുമാറണം, എങ്ങനെ ഇടപെടണം എന്ന് പഠിപ്പിച്ച അമ്മയ്ക്കുള്ള റിവാർഡാണ്. ഇതെല്ലാം ഇതിനകത്തെല്ലാം ഭയങ്കര ദൂതുകളുണ്ട്. നിങ്ങളത് എടുത്തോണം. അതിനകത്തുനിന്ന് മക്കളെ വളർത്താൻ കടംപെട്ടവരാണ് നമ്മളൊക്കെ. എങ്ങനെ വളർത്തണമെന്ന്
ദൈവം തിരുവെഴുത്തിനകത്ത് ഉപദേശിച്ചിട്ടുണ്ട്. ആ രീതിയിൽ വളർത്താഞ്ഞാൽ മാനിക്കപ്പെടത്തില്ല, അപമാനിക്കപ്പെടും. പണമുള്ളത് കൊണ്ട് മക്കൾ നന്നാവില്ല. പ്രൈസ് ഗാഡ്. വിദ്യാഭ്യാസം ഉള്ളത് കൊണ്ട്, എഡ്യൂക്കേറ്റഡ് ആയതുകൊണ്ട് മക്കൾ നന്നാവില്ല. ആരാ അങ്ങനെയൊക്കെ പറഞ്ഞേ? അവർക്ക് വിദ്യാഭ്യാസം ഉണ്ട്, അവർ നന്നായി പോകും. അവർ സ്വയം നന്നായാൽ മതിയോ? ഹല്ലേലൂയ. അതൊന്നും ഒത്തിരി അങ്ങ് വിവരിക്കാനുള്ള സമയമില്ല. ഈ റിവാർഡ് ആദരിച്ചില്ലേ? നോക്ക് മാതാപിതാക്കളെ, നമുക്ക് ദൈവം തരുന്ന ഒരു റിവാർഡുണ്ട്. മക്കളെ നന്നായിട്ട് വളർത്തുന്നതിന്, അവരെ ദൈവകൃപയുള്ളവരാക്കുന്നതിന് നമുക്ക് ശ്രമിക്കാം. നമുക്ക് പ്രാർത്ഥിച്ച് അവരെ പ്രൊട്ടക്ട് ചെയ്യാം. ബാക്കിയൊക്കെ കർത്താവിന്റെ കയ്യിലാണ്. നമുക്ക് ആർക്കും 100-ൽ 100 ഇട്ടൊന്നും മക്കളെ വളർത്താൻ ഒക്കത്തില്ല. പക്ഷേ നമുക്ക് നമ്മുടെ പാർട്ട് ക്ലിയർ ആണെങ്കിൽ നമുക്ക് കർത്താവിനോട് സംസാരിക്കാം. ഹല്ലേലൂയ. ആ നിലകളിൽ ഈ വചനത്തെ നിങ്ങൾ സ്വീകരിക്കുക. അപ്പൊ മാനിക്കപ്പെടുന്നവരാം, അതവിടെ നമ്മൾ വായിച്ചേ. പിന്നെ ദാസൻ വെള്ളിയാഭരണങ്ങളും പൊന്നാഭരണങ്ങളും വസ്ത്രങ്ങളും എടുത്ത് റിബേക്കായിക്ക് കൊടുത്തു. അവളുടെ സഹോദരനും അമ്മയ്ക്കും വിശേഷ വസ്തുക്കൾ കൊടുത്തു എന്ന് അവിടെ എഴുതി വെച്ചേക്കുന്നത്. അവനും കൂടെയുള്ളവരും ഭക്ഷിച്ചു പാനം ചെയ്ത് രാപാർത്തു. രാവിലെ അവൻ എഴുന്നേറ്റ ശേഷം അവൻ, എന്റെ യജമാനന്റെ അടുക്കൽ എന്നെ അയക്കണമേ എന്ന് പറഞ്ഞു. അതിന് അവളുടെ സഹോദരനും അമ്മയും, ബാല ഒരു 10 ദിവസമെങ്കിലും ഞങ്ങളോടുകൂടെ പാർത്തിട്ട് പിന്നെ പോരട്ടെ എന്ന് പറഞ്ഞു. അവൻ അവരോട്, എന്നെ താമസിപ്പിക്കരുതേ, യഹോവ എന്റെ യാത്ര സഫലമാക്കിയിരിക്കുന്നുവല്ലോ. ഞാൻ അതിനകത്ത് എനിക്ക് ഒത്തിരി സംസാരിക്കണമെന്നുണ്ട്, പക്ഷെ ഞാൻ ആ ഒരു പാർട്ട് അവിടെ നിർത്തുകയാണ്. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളുടെ ശ്രദ്ധയ്ക്ക് ഈ വചനം ചലിക്കുകയാണ്. ഈ വചനം ജീവൻ വെക്കുകയാണ്. എന്നെ കേൾക്കുന്ന ജോലി ചെയ്യുന്ന ദൈവമക്കളോട് ഈ വചനം ചലിക്കുകയാണ്. എനിക്കിതിനകത്തുനിന്ന് ഒത്തിരി ഒന്നും എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. എനിക്കിവിടെ ഇരിക്കുമ്പോൾ, നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഏതൊക്കെ പാർട്ടിൽ ഈ ദൈവവചനം തൊടുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവും. ഈ വചനം ചലിക്കുകയാണ്. നിങ്ങളുടെ പ്രയത്നത്തിന് അർഹതയുള്ള കൂലി കിട്ടാത്ത അവസ്ഥയിൽ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ പ്രവർത്തനത്തിന് അർഹതയുള്ള അംഗീകാരം കിട്ടാത്ത ഒരവസ്ഥയിൽ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, റിബേക്കായുടെ മേൽ വ്യാപരിച്ചിരുന്ന ഒരു അഭിഷേകത്തെ ഇതിനകത്ത് പറയുന്നുണ്ട്. റിബേക്കായുടെ മേൽ വ്യാപരിച്ചിരുന്ന ഒരു അഭിഷേകം, അവളുടെ പ്രവർത്തനങ്ങളെ സസൂക്ഷ്മം വീക്ഷിച്ച എലിയസർ എന്ന മനുഷ്യന് ചില കാര്യങ്ങൾ ബോധ്യപ്പെട്ടതുപോലെ നിന്റെ പ്രവർത്തനങ്ങളും നിന്റെ ആത്മാർത്ഥതയും, ഓ ഗ്ലോറി ടു ജീസസ്, നിങ്ങൾ നിൽക്കുന്ന ആത്മീയ റിലവും ബോധ്യം വരുത്തുന്ന നിലയിൽ ദൈവാത്മാവ് ഇന്ന് ഈ സമയം എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഓ ഗ്ലോറി ടു ജീസസ്. അതുപോലെ തന്നെ മാതാപിതാക്കളെ, നിങ്ങൾക്കും ആ നിലയിലുള്ളൊരു മാനം പരിശുദ്ധാത്മാവ് നൽകിത്തരും. രണ്ടാമത് തിരുവെഴുത്ത് പറയുന്നത് എന്താണ്? തിരുവെഴുത്തിലെ അമ്മമാരെ കുറിച്ച്, പ്രാർത്ഥിക്കുന്ന അമ്മയെ കുറിച്ചാണ്. 1 ശമൂവേൽ 1-ാമത്തെ അധ്യായം. 1 ശമൂവേൽ 1-ാമത്തെ അധ്യായം 10-ാമത്തെ തിരുവചനം ഒന്ന് നോക്കി. 1 ശമൂവേൽ 1:10. അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ച് വളരെ കരഞ്ഞു. ആരാണിത്? ഹന്നായെ കുറിച്ചാണ് പറയുന്നത്. എടുത്തു പറയണ്ടല്ലോ, ഹന്നായെ കുറിച്ചാണ് പറയുന്നത്. അവൾ മനോവ്യസനത്തോടെ പ്രാർത്ഥിച്ച്. അമ്മമാരെ, എന്നെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. മനോവ്യസനത്തോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാത്ത ഏതെങ്കിലും ഒരു സ്ത്രീ ജനത്തെ എനിക്ക് കാട്ടിത്തരാൻ പറ്റുമോ? പറ്റില്ല. മനോവ്യസനത്തോടെ ദൈവസന്നിധിയിൽ അടുത്ത് ചെല്ലുന്നവരുടെ ശ്രദ്ധയ്ക്ക് യഹോവ നിങ്ങൾക്ക് സമീപസ്ഥനാണ് എന്നാണ് തിരുവെഴുത്ത് രേഖപ്പെടുത്തുന്നത്. പ്രാർത്ഥിച്ച ഹന്ന എന്തെങ്കിലുമൊക്കെ നേടിയോ? നിശ്ചയമായിട്ട് നേടി. ഹന്ന ഒരു സാക്ഷിയാണ്. നമ്മുടെ മുമ്പിൽ
സാക്ഷിയായി നിൽക്കുന്ന അനേക പ്രാർത്ഥനാ പോരാളികളുണ്ട് ദൈവമക്കളെ. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ ഇന്ന് ഈ സമയം ഈ തിരുവെഴുത്തിന്റെ അകത്ത് നിന്ന് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഉത്സാഹിപ്പിക്കുകയാണ്. പ്രാർത്ഥിക്കാൻ തയ്യാറാകുക. പാസ്റ്റർ, ഭയങ്കര മനോഭാരമാണ്, എനിക്ക് അവരെ ആവശ്യമുണ്ട്. മനോഭാരമാണെന്ന് പറയുന്നവരെ ആവശ്യമുണ്ട്. നിങ്ങളോടുകൂടെ ചേർന്നിരുന്ന് ഞാനും പ്രാർത്ഥിക്കാം. കാരണം മനോഭാരമില്ലാതെ പ്രാർത്ഥിക്കുന്നവരെക്കാൾ മനോഭാരത്തോടും ആത്മഭാരത്തോടും കൂടെ പ്രാർത്ഥിക്കുന്നവന് ദൈവം സമീപസ്ഥനാണെന്ന് വചനം പറയുമ്പോൾ മനോഭാരമുള്ളവരോടുകൂടെ ചേർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ എനിക്ക് മനസ്സുണ്ട്. ദൈവം സമീപേ ഉണ്ടല്ലോ. യേശുവിന്റെ നാമത്തിൽ മനോഭാരത്തോടെ പ്രാർത്ഥിക്കുന്ന ഹന്നമാരെ സ്വർഗം ഇന്ന് നോക്കുന്നു. നിങ്ങളോട് പരിശുദ്ധാത്മാവ് പറയുന്നു, നീ റിസൾട്ടും കൊണ്ട് പായിൽ നിന്ന് എഴുന്നേൽക്കാൻ സമയമായി. അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ച് വളരെ കരഞ്ഞു. ഏറെ നാളായി നിങ്ങൾ കരയുന്ന ഒരു വിഷയം നിങ്ങളുടെ മുമ്പിലുണ്ട്. ഏറെ നാളായി പ്രാർത്ഥിക്കുന്ന ഒരു വിഷയം ഇപ്പോഴും നിങ്ങളുടെ മുമ്പിലുണ്ട്. ഏറെ നാളായി നിങ്ങൾ തണ്ടു വലിച്ച് വലയുന്ന ഒരു വിഷയം ഇപ്പോഴും നിങ്ങളുടെ മുമ്പിലുണ്ട്. പരിശുദ്ധാത്മാവ് ഈ ദൂതിലൂടെ നിങ്ങളോട് ഡിക്ലെയർ ചെയ്യാൻ എൻ്റെ ഉള്ളത്തിലൊരു പ്രേരണ തരുന്നു. നിങ്ങളുടെ പ്രാർത്ഥന പായിൽ നിന്ന് ആ വിഷയത്തിന് മറുപടിയും എടുത്തുകൊണ്ട് എഴുന്നേറ്റ് സ്തോത്രം ചെയ്യാനുള്ള സമയം സ്വർഗം കുറിച്ചിട്ട് കഴിഞ്ഞു. നോക്കിയേ, അവൾ ഞാനൊരു കാര്യം പറയട്ടെ, മനോവ്യസനത്തോടെ ഉള്ളവര് മാത്രമേ പ്രാർത്ഥനയിൽ ആശ്രയിക്കാൻ പറ്റൂ. നിങ്ങൾക്ക് ചായപ്പൊടി വേണം, നിങ്ങൾക്ക് പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് കടയിലോട്ട് ചെന്ന് പൈസ കൊടുത്ത് മേടിച്ചാ മതി. നിങ്ങൾക്കൊരു വസ്ത്രം വേണം, നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് പൈസ ഉണ്ടെങ്കിൽ കടയിൽ ചെന്ന് വാങ്ങി നിങ്ങൾക്ക് ധരിച്ചാ മതി. അതിനു മുകളിൽ നമ്മളെ കൊണ്ട് പോയി വാങ്ങാൻ കഴിയാത്തതും ചെയ്യാൻ കഴിയാത്തതും എടുക്കാൻ കഴിയാത്തതുമാകുന്ന ഒരു വിഷയമാണെങ്കിൽ ആ സെക്കൻഡിലല്ലേ നമ്മൾ പ്രാർത്ഥിക്കാം എന്ന് തീരുമാനിക്കുകയുള്ളൂ. അപ്പോൾ ഈ മനോഭാരങ്ങൾ ചില സമയങ്ങളിലെങ്കിലും, അല്ല ഏറിയ സമയങ്ങളിലെങ്കിലും അതൊരു അനുഗ്രഹമല്ലേ? ഈ മനോഭാരത്തോടെ കരഞ്ഞ ഹന്ന 11-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവൾ ഒരു നേർച്ച നേർന്നു. സൈന്യങ്ങളുടെ യഹോവേ, അടിയന്റെ സങ്കടം നോക്കി അടിയനെ ഓർക്കുകയും അടിയനെ മറക്കാതെ ഒരു പുരുഷ സന്താനത്തെ നൽകുകയും ചെയ്താൽ അടിയൻ അവന്റെ ജീവപര്യന്തം യഹോവയ്ക്ക് കൊടുക്കും, അവന്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടുകയുമില്ല എന്ന് പറഞ്ഞു. ഇന്ന് തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുടെ മേൽ ഈ ദൂത് തൊടുകയാണ്. അതെ, ഒരു പുരുഷ പ്രജയ്ക്ക് വേണ്ടി ദൈവത്തിൻ മന്ദിരത്തിൽ വന്നു നിന്ന് ഏറിയ നാളുകൾ കൊണ്ട് കരയുന്ന ഹന്നായെ ഏലി പുരോഹിതൻ പോലും വേണ്ടുന്നവണ്ണം മനസ്സിലാക്കിയില്ല. കാരണം ഏലി പുരോഹിതൻ ഒരിക്കൽ ചോദിച്ചു, നീ ഇത് എവിടെ പോയി ഈ പകൽ 3 മണി സമയത്ത് വീഞ്ഞു കുടിച്ചു? നീ സുബോധമില്ലാത്തവളെ പോലെ നിൽക്കുന്നു. പലപ്പോഴും പ്രാർത്ഥിക്കുന്നവരുടെ ഉള്ളം മനസ്സിലാക്കാത്ത പുരോഹിതർ വരെ ഉണ്ട്. പ്രാർത്ഥിക്കുന്നവന്റെ വ്യസനം മനസ്സിലാക്കാത്ത ഏലി പുരോഹിതർ വരെയുണ്ട്. എന്നാൽ മനസ്സിലാക്കിയ ഒരു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവളുടെ നേർച്ചകളെ സ്വീകരിച്ച്, വഴിപാടുകളെ സ്വീകരിച്ച്, പ്രാർത്ഥനയെ സ്വീകരിച്ച്, മനോവ്യസനത്തെ കണ്ട്, ഹൃദയ നുറുക്കത്തെ കണ്ട് അവൾക്ക് ഒരു അനുഗ്രഹിക്കപ്പെട്ട പുരുഷ പ്രജയെ കൊടുത്തതുപോലെ പലപ്പോഴും എന്നെ കേൾക്കുന്ന മാന്യ സുഹൃത്തേ, വർഷങ്ങൾ കൊണ്ട് നിങ്ങളുടെ വേദനകൾ പലപ്പോഴും പല പുരോഹിതന്മാർ പോലും കണ്ടില്ല എന്ന് നടിക്കുകയും മനസ്സിലാക്കിയില്ല എന്ന് വരികയും നിങ്ങളെ അംഗീകരിച്ചില്ല എന്ന് വരികയും ചെയ്യുന്ന സ്ഥാനത്ത് ദീർഘവർഷങ്ങളായി ദൈവസന്നിധിയിൽ നീ ഒഴുക്കുന്ന കണ്ണുനീർ, നീ നേർന്ന നേർച്ചകൾ, നിങ്ങൾ ദൈവസന്നിധിയിൽ തീരുമാനമെടുത്തിരിക്കുന്ന വഴിപാടുകൾ സകലതും സ്വീകരിക്കപ്പെടാൻ സമയമായി എന്ന് ദൈവാത്മാവ് ഈ
തിരുവെഴുത്തിലൂടെ നിങ്ങളോട് ആലോചന പറയുകയാണ്. കമോൺ, വിശ്വസിക്കുന്ന കരയുന്ന തിരുവചനത്തിലെ അമ്മമാർ ഇതിനകത്ത് ഇന്നും ജീവിക്കുന്ന സാക്ഷികളായി നിൽക്കുമ്പോൾ, ഇന്ന് സ്വന്തം ഭവനത്തിലിരുന്ന് കരയുന്ന, ആലയത്തിലേക്ക് ചെന്നാൽ അവിടെ ഇരുന്ന് കണ്ണുനീർ വാർക്കുന്ന, കട്ടിൽ കണ്ണുനീർ കൊണ്ട് നനയ്ക്കുന്ന ചില അമ്മമാരോട് പരിശുദ്ധാത്മാവ് പറയുന്നു, അമ്മമാരാകാൻ ആഗ്രഹിക്കുന്നവരോട് പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്നെ ദൈവത്തിന്റെ സാക്ഷിയാക്കി എഴുന്നേൽപ്പിക്കാൻ പരിശുദ്ധാത്മാവ് തീരുമാനിച്ചു കഴിഞ്ഞു. രക്തത്താൽ ജയമെടുക്കുന്നു. ഈ ദൂത് ചലിക്കുകയാണ്, ഈ ദൂത് വ്യാപരിക്കുകയാണ്, ഈ വചനം ചിലരുടെ ഉദരങ്ങളെ തുറക്കുകയാണ്. Come on, receive this power. In the name of Jesus. Hallelujah. അടുത്ത തിരുവെഴുത്ത് പറയുന്നത് എന്താണ്? അടുത്ത തിരുവെഴുത്ത് പറയുന്നത് നോക്കിയേ. പ്രാർത്ഥിക്കുന്ന ഒരമ്മയെ കുറിച്ച് നാം ഇപ്പോ കേട്ടു. തിമോത്തിയോസിന് എഴുതിയ ലേഖനം, വിശ്വാസമുള്ള ഒരു അമ്മയെ കുറിച്ച് തിരുവെഴുത്ത് പറയാണ്. 2 തിമോത്തിയോസ് 1:9 ഒന്ന് നോക്കിയേ. തിമോത്തിയോസിന്, അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിന് എഴുതിയ ലേഖനം 2 തിമോത്തിയോസ് 1:9. Glory to Jesus. ഒന്ന് 5 നിങ്ങളൊന്ന് നോക്കിയേ. 2 തിമോത്തിയോസ് 1:5 നിങ്ങളൊന്ന് നോക്കിയേ. ആ വിശ്വാസം 4 മുതൽ വായിക്കാം. ഞാൻ പൂർവന്മാരുടെ ദൃഷ്ടാന്തം അനുസരിച്ച് നിർമ്മല മനസാക്ഷിയോടെ ആരാധിക്കുന്ന ദൈവത്തിന് നിന്റെ നിർവ്യാജ വിശ്വാസത്തിന്റെ ഓർമ്മ നിമിത്തം സ്തോത്രം ചെയ്യുന്നു. ആ വിശ്വാസം ആദ്യം നിന്റെ വലിയമ്മ ലോവീസിലും അമ്മ യുനീക്കയിലും ഉണ്ടായിരുന്നു, നിന്നിലും ഉണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. നിന്നിലും ഉണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. 9ാമത്തെ വാക്യം കൂടെ ഒന്ന് നോക്കിയേ. അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തത് നമ്മുടെ പ്രവർത്തികൾ നിമിത്തമല്ല, സദാകാലത്തിനു മുമ്പേ ക്രിസ്തുവിൽ നമുക്ക് നൽകിയിരുന്നതും ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ രക്ഷിതാവായ ക്രിസ്തു യേശുവിന്റെ പ്രത്യക്ഷതയാൽ വെളിപ്പെട്ടിരിക്കുന്നതുമായ തൻ്റെ സ്വന്തം നിർണയത്തിനും കൃപയ്ക്കും ഒത്തവണ്ണമത്രേ. ഒരപ്പോസ്തോലൻ അമ്മയെക്കുറിച്ച് പറയുന്ന സാക്ഷ്യം നിങ്ങൾ കേട്ടോ? ഇത് ഒരമ്മയ്ക്ക് കിട്ടാവുന്നതിലും വെച്ച് ഏറ്റവും വലിയ റിവാർഡല്ലേ? മകളെ അമ്മയുടെ മേൽ ചുമന്നിരുന്ന വിശ്വാസത്തിന്റെ പകർച്ചയോടെ, നിഷ്കളങ്ക വിശ്വാസത്തിന്റെ പകർച്ച മക്കൾക്ക് കൊടുത്തതുകൊണ്ട് ഒരമ്മയ്ക്ക് കിട്ടാവുന്നതിലും വെച്ച് ഏറ്റവും വലിയ ഒരു അംഗീകാരമല്ലേ അപ്പോസ്തോലന്റെ വായിന്ന് വന്നത്? തിമോത്തിയോസേ, നിന്റെ വലിയമ്മ ലോവീസിലും നിന്റെ അമ്മ യുനീക്കയിലും ഉണ്ടായിരുന്ന വിശ്വാസം ഇപ്പം നിന്നിലും വ്യാപരിക്കുന്നു എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഞാൻ എപ്പോഴും എന്ന പോലെ ഇപ്പോഴും നിങ്ങളോട് പറയുന്നു, മക്കൾക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്പാദ്യം വിശ്വാസവും യേശുവും പ്രാർത്ഥനാ ജീവിതവുമാണ്. അതിന് നിങ്ങൾ മാതൃകയായിരിക്കട്ടെ. നിങ്ങളുടെ മേലുള്ള വിശ്വാസം നിഷ്കളങ്കമായിരിക്കട്ടെ. ആ നിഷ്കളങ്ക വിശ്വാസത്തിന്റെ പകർച്ച ദൈവം മക്കളിലേക്കും പകരട്ടെ. ഓ ജീസസ്, എൻ്റെ അമ്മ പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയായിരുന്നു എന്ന് മക്കൾ പറയുന്നതാണ് അമ്മേ നിങ്ങളുടെ അഭിമാനം. എൻ്റെ അമ്മ, എൻ്റെ അപ്പൻ നിഷ്കളങ്കതയോടെ കർത്താവിന്റെ വേല ചെയ്തിരുന്നു, നല്ലൊരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു എന്ന് പറയുന്നതാണ് പിതാവേ നിങ്ങളുടെ അഭിമാനം. എസ്റ്റേറ്റ് മേടിച്ചിടുന്നതും അക്കൗണ്ടുകളിൽ നിറച്ചു കൊടുക്കുന്നതും മാത്രമല്ല മാതാപിതാക്കൾക്കും മക്കൾക്ക് കൊടുക്കാൻ കഴിയുന്ന സമ്പാദ്യം. എത്രയോ അമ്മയപ്പന്മാർക്ക് അതിനെ കഴിയാതെ വരുന്നു എങ്കിലും എത്രയോ മക്കൾ അങ്ങനെയുള്ള അമ്മയപ്പന്മാരെ ഇന്നും ആരാധനാ തുല്യമായി അംഗീകാരത്തോടെ അവരെല്ലാവരുടെ മുമ്പിലും ഉയർത്തുന്നു. മക്കൾ ആരുടെ മുമ്പിലും അപ്പനമ്മമാരെ താഴ്ത്തിക്കെട്ടാത്ത നിലയിൽ അവരവരെ അപ്പനമ്മമാരെ ബഹുമാനിക്കുന്നതാണ് ഒരമ്മയപ്പന്മാരുടെ ഏറ്റവും വലിയ ഭാഗ്യം.
പ്രൈസ് ടു ജീസസ്. ഞങ്ങളുടെ അപ്പനും അമ്മയ്ക്കും ഞങ്ങൾക്ക് ഒന്നും ഉണ്ടാക്കി തരാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇന്നും ഞങ്ങൾ ഇത്രയും ഉയർച്ചയിൽ ജീവിക്കുന്നതിന്റെ കാരണം എൻ്റെ അമ്മയപ്പന്മാരുടെ കണ്ണുനീരും പ്രാർത്ഥനയുമാണ് എന്ന് മക്കൾ പറയുന്നതിലും വലിയ സമ്പാദ്യമൊന്നും ഇല്ല പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. അതാ അപ്പോസ്തലൻ പറയുന്നത്, അവരുടെ ഒരു ഷെയർ നിനക്കൊണ്ടെന്ന് ഉറച്ചിരിക്കുന്നു എന്നല്ല, അവരുടെ ഒരു വിശ്വാസത്തിന്റെ പകർച്ച നിന്നിലും ഉണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. നമുക്കൊരു തീരുമാനം എടുത്തൂടെ? ഇനിയെങ്കിലും ഒരു മാതൃകയുള്ള പ്രാർത്ഥനാ ജീവിതം എൻ്റെ ലൈഫിൽ ഞാൻ കെട്ടിപ്പടുക്കുമെന്ന്. പ്രൈസ് ടു ജീസസ്. ഇത് തിരുവെഴുത്ത് പറയുന്നു, നോക്കിയേ, നിന്റെ ആ വിശ്വാസം നിന്റെ വലിയമ്മ ലോവീസിലും അമ്മ യുനീക്കയിലും ഉണ്ടായിരുന്നു, നിന്നിലും ഉണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. വിശ്വാസമുള്ള ഒരമ്മയെക്കുറിച്ച് തിരുവെഴുത്ത് സാക്ഷ്യപ്പെടുത്തുന്നു. മാതാപിതാക്കളെ, തിരുവെഴുത്തിൽ പറയുന്ന അമ്മമാരെയൊക്കെ അപ്പോസ്തലന്മാർ അംഗീകരിച്ചതിൻ്റെതും ദൈവം അംഗീകരിച്ചതിൻ്റെയും പ്രധാന കാരണം വിശ്വാസത്തോടും വിശുദ്ധിയോടും പ്രാർത്ഥനാ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോയവർ മാത്രമാണ്. അതുകൊണ്ട് മാത്രമാണ് നമ്മളെയും ദൈവം അംഗീകരിക്കണമെങ്കിൽ, നമ്മളെയും ദൈവം ഉയർത്തണമെങ്കിൽ, നമ്മുടെ പ്രാർത്ഥനയിലും ദൈവപ്രസാദം ഇറങ്ങി വരണമെങ്കിൽ ആ നിലയിലുള്ള വ്യക്തിത്വങ്ങളായി നമ്മൾ ഓരോരുത്തരും മാറണം. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 2-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യത്തിൽ ഓർമ്മപ്പെടുത്തുന്ന ഒരമ്മയെ നമുക്ക് കാണാം. യോഹന്നാന്റെ സുവിശേഷം 2-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യത്തിൽ ഓർമ്മപ്പെടുത്തുന്ന ഒരമ്മ. വീഞ്ഞു പോരാതെ വരികയാൽ യേശുവിന്റെ അമ്മ അവനോട്, അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. ഓർമ്മപ്പെടുത്തുന്ന അമ്മ. അമ്മ മക്കളെ ഓർമ്മപ്പെടുത്തുന്നവരായിരിക്കണം. അമ്മ മക്കളെ ശാസിക്കുന്ന അമ്മ മാത്രമാകരുത്, കുറ്റപ്പെടുത്തുന്ന അമ്മയാകരുത്, മക്കളെ ഇടിച്ചു താഴ്ത്തി സംസാരിക്കുന്ന അമ്മയാകരുത്. ഹല്ലേലൂയ. തിരുവെഴുത്തിൽ യേശുവിന്റെ അമ്മയാകുന്ന മറിയ യേശുവിനെ ഓർമ്മപ്പെടുത്തുന്ന, റിമൈൻഡ് ചെയ്യുന്ന, അതാണ് അവിടെ തിരുവെഴുത്ത് പറയുന്നത്. ജീസസ് ഓൾസോ വാസ് ഇൻവൈറ്റഡ് ടു ദ വെഡിങ് with his disciples. When the wine ran out, the mother of Jesus said to him, they have no wine. Said to him. മക്കളോട് പറയുന്ന അമ്മ. അമ്മമാർ മക്കളോട് സംസാരിക്കാത്ത അമ്മയപ്പന്മാരാകരുത്, സംസാരിക്കുന്ന അമ്മയപ്പന്മാരാകുക. ഇല്ലെങ്കിൽ മക്കൾ സംസാരിക്കാൻ താല്പര്യമുള്ള വേറെ ഇടത്തേക്ക് തിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അത് ഏറ്റവും കൂടുതൽ ഇന്ന് നാം പത്രമാധ്യമങ്ങളിൽ കൂടെ കേട്ട് മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അമ്മയപ്പന്മാർ മക്കളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവരായിരിക്കുക, അവരെ ഉപദേശിക്കുന്നവരായിരിക്കുക, വെറുപ്പിക്കുന്നവരല്ല, ഉപദേശിക്കുന്നവരായിരിക്കുക, അവരെ ഓർമ്മപ്പെടുത്തുന്നവരായിരിക്കുക. എന്താണ് അമ്മയപ്പന്മാർ മക്കളെ ഓർമ്മപ്പെടുത്തേണ്ടത്? വീഞ്ഞ് തീർന്ന് പോകരുത് എന്ന് ഓർമ്മപ്പെടുത്തണം. ഇവിടെ യേശുവിന്റെ ആ ഒരു സാഹചര്യം എന്ന് പറയുന്നത് കല്യാണ വീട്ടിൽ വീഞ്ഞ് തീർന്നു എന്നാണ് അമ്മ ഓർമ്മപ്പെടുത്തുന്നത്, പറയുന്നത് എങ്കിൽ അവനവന്റെ ആത്മീയ വീര്യം കെട്ടുപോകുന്നത് ഓരോ മാതാപിതാക്കളും തിരിച്ചറിഞ്ഞിരിക്കണം. മക്കളുടെ ആത്മീയ വീര്യം കെട്ടുപോകുന്നത് ഓരോ മാതാപിതാക്കളും തിരിച്ചറിഞ്ഞിരിക്കണം. മക്കളുടെ ലൈഫിൽ പ്രാർത്ഥനയുടെ വീര്യം കെട്ടുപോകരുത്, മക്കളുടെ ജീവിതത്തിൽ വിശുദ്ധിയുടെ വീര്യം കെട്ടുപോകരുത്, മക്കളുടെ ജീവിതത്തിൽ വചനത്തിന്റെ ശക്തി കെട്ടുപോകരുത്. ഓർമ്മപ്പെടുത്തുന്ന അമ്മയായിരിക്കുക. മക്കളെ നാളെ എവിടെ ഒന്നാം സ്ഥാനം നേടിക്കാം, നാളെ ഏത് കോഴ്സിൽ കൊണ്ട് ജോയിൻ ചെയ്യിക്കാം, ഏത് ക്രാഷ് കോഴ്സിൽ കൊണ്ട് അവളെ ചെയ്യിക്കാം എന്ന് പറഞ്ഞ് ഓടുമ്പോൾ ആ മക്കളുടെ ജീവിതത്തിലെ ആത്മീയ വീര്യം കെട്ടുപോകുന്നു, അവരുടെ വീഞ്ഞ് കുറഞ്ഞു പോകുന്നു എന്നുള്ള മഹാസത്യം കൂടെ ഓരോ അമ്മമാരും അപ്പന്മാരും ഓർക്കട്ടെ. തിരുവെഴുത്തിൽ ദൈവം അംഗീകരിച്ച അമ്മമാരെല്ലാം തന്നെ ദൈവത്തെ കൂടെ നിർത്തിയിരുന്നവരായിരുന്നു. നമുക്ക് ആ നിലയിൽ ദൈവത്തെ കൂടെ നിർത്തി അവർക്കുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്ത് ദൈവാത്മാ കൃപയോടുകൂടെ നമുക്കും അവരെ വളർത്തി മുൻപോട്ട് നയിക്കാം. The last one, സംരക്ഷിക്കപ്പെടുന്ന അമ്മ. അങ്ങനെയാണെങ്കിൽ 19-ാമത്തെ അധ്യായം, യോഹന്നാന്റെ സുവിശേഷം 19-ാമത്തെ അധ്യായം 27-ാമത്തെ വാക്യത്തിൽ നോക്കുമ്പോൾ, ഹല്ലേലൂയ, 19-ാമത്തെ അധ്യായം 27-ാമത്തെ വാക്യത്തിൽ നോക്കുമ്പോൾ, പിന്നെ ശിഷ്യനോട്, ഇതാ
നിന്റെ അമ്മ എന്നും പറഞ്ഞു. ആ നാഴിക മുതൽ ആ ശിഷ്യൻ അവളെ തൻ്റെ വീട്ടിൽ കൈക്കൊണ്ടു. യേശുക്രിസ്തുവിനെ പ്രാർത്ഥനയോടെ വിശുദ്ധിയോടെ വിശ്വാസത്തിൽ വളർത്തിയ മറിയയെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണ സമയം തൻ്റെ ശിഷ്യന്റെ കയ്യിലേക്ക് യേശു പിടിച്ചേൽപ്പിച്ച് സംരക്ഷിക്കുന്ന ഒരു ഭാഗമാണ് വായിക്കപ്പെട്ടത്. നമ്മൾ നമ്മുടെ മക്കളെ വളർത്തേണ്ട പോലെ വളർത്തിയാൽ, അവർക്ക് വേണ്ടുന്നതെല്ലാം വിശ്വസ്തയോടെ നാം ദൈവകൃപയിൽ പ്രാർത്ഥനയോടെ ചെയ്താൽ ഒരു കാലവും മാതാപിതാക്കളെ നിങ്ങളെ മക്കൾ കൈയൊഴിയുകയില്ല. ഒരു വാക്ക് കേറി പറഞ്ഞോട്ടെ, മക്കൾ കൈയൊഴിഞ്ഞാലും ദൈവം നിന്നെ കൈയൊഴിയുകയില്ല. മക്കൾ മറന്നാലും ദൈവം നിങ്ങളെ മറക്കത്തില്ല. ഹല്ലേലൂയ. മക്കൾ സംരക്ഷിക്കാൻ വേണ്ടിയല്ല, മക്കളെ സംരക്ഷിക്കണമെന്നുള്ള ദൈവിക നിയോഗം ഏറ്റെടുത്തവരാണ് മാതാപിതാക്കൾ. ദൈവമാണ് ഓരോരുത്തരെ വളർത്താൻ നമ്മുടെയൊക്കെ കയ്യിൽ ഏൽപ്പിച്ചേക്കുന്നത്. ആ നിയോഗം തിരിച്ചറിഞ്ഞ്, ആ കൃപ തിരിച്ചറിഞ്ഞ്, ആ ദൈവ ആലോചന തിരിച്ചറിഞ്ഞ് അത് ചെയ്യുന്ന ഒരു മാതാപിതാക്കളെയും മക്കൾ കൈയൊഴിഞ്ഞാലും ദൈവം കൈയൊഴിയത്തില്ല. കാരണം ദൈവത്തിൻ്റെ വേലയാണ് നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എത്ര ദൈവമക്കൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റും? കർത്താവേ, തിരുവചനത്തിൽ ദൈവം അംഗീകരിച്ചിരിക്കുന്ന ഒരമ്മയും ഒരപ്പനുമായി മാറാൻ എനിക്ക് താല്പര്യമുണ്ട്. ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ എനിക്കും ഒന്നായിത്തീരാൻ താല്പര്യമുണ്ട്. എനിക്കും ആ ഹന്നയെ പോലെ, എനിക്കും ആ റിബേക്കായുടെ മദറിനെ പോലെ, എനിക്കും ഹല്ലേലൂയ ആ മറിയെ പോലെ ഒക്കെ ഒന്നായിത്തീരാൻ എനിക്ക് ആഗ്രഹമാണ്. അതിന് എന്നെ ഒന്ന് അഭിഷേകം ചെയ്യും. ഒരു അഭിഷേകം വേണം ദൈവമക്കളെ. ഒരു അഭിഷേകം ഉണ്ടെങ്കിലേ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം വിഘ്നം കൂടാതെ ചെയ്യാൻ കഴിയത്തുള്ളൂ. ഒന്ന് പ്രാർത്ഥിച്ച് ഒന്ന് മനസ്സ് തുറന്നൊന്ന് പ്രാർത്ഥിച്ചേ. ഒന്ന് മനസ്സ് തുറന്ന്. നിങ്ങൾ പ്രാർത്ഥിക്കാത്തവരൊന്നും അല്ല, പക്ഷേ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുക, ഒന്ന് മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ സമയം എന്തോ പുതിയ ഒരു നിയോഗം പരിശുദ്ധാത്മാവ് ഇന്ന് ചിലരുടെ മേൽ കൈമാറാൻ പോവുക. പുതിയ ഒരു കൃപ. ഒന്ന് പ്രാർത്ഥിച്ചേ ദൈവമക്കളെ. ഞാൻ ഈ പ്രാർത്ഥിക്കുമ്പോൾ കുടുംബങ്ങൾക്കകത്ത് അമ്മയും മക്കളെയും ഒക്കെ തമ്മിൽ അകറ്റുന്ന ചില ദുർവ്യാപാരങ്ങൾ, ഇപ്പോൾ അത് തകർന്നു മാറുന്നത് എനിക്ക് ആത്മാവിൽ തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് കേട്ടോ. നിങ്ങൾ സ്നേഹത്തോടെ പോയാലും, നിങ്ങൾ ഹൃദയശുദ്ധിയോടെ പോയാലും, നിങ്ങൾ സഹകരണത്തോടെ പോയാലും, പക്ഷേ നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രതികരണം നിങ്ങളെ വ്യസനിപ്പിക്കുന്നതും മുറിവേൽപ്പിക്കുന്നതും എന്ന നിലയിലാക്കി തീർക്കുന്ന ദുർവ്യാപാരങ്ങൾ ചില കുടുംബങ്ങളിൽ നിന്ന് തകർന്നു മാറുകയാണെന്ന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. ഇത് പ്രാർത്ഥിക്കുന്ന അമ്മമാരോട്, ഇത് പ്രാർത്ഥിക്കുന്ന കുടുംബത്തോടുള്ള ദൈവാലോചനയാണ്. സ്വീകരിക്കുക, സ്വീകരിക്കുക, ഈ വിടുതൽ സ്വീകരിക്കുക, വിടുതൽ സ്വീകരിക്കുക. നിന്നെയും തിരുവെഴുത്തിനകത്ത് സാക്ഷ്യമുള്ള അമ്മമാരോടുകൂടെ സ്വർഗം ഇന്ന് കൂട്ടുകയാണ്. തിരുവെഴുത്തിനകത്ത്, തിരുവചനത്തിനകത്ത് സാക്ഷ്യമുള്ള അമ്മമാരോടുകൂടെ ഇന്ന് ഇതിനകത്ത് ചില കുടുംബത്തെ ദൈവം എണ്ണുകയാണ്. കമാൻ, വിശ്വസിച്ചേ. ഒന്ന് ആത്മഭാഷകളിൽ പ്രാർത്ഥിച്ചേ. ആത്മഭാഷകളിൽ യേശു നാമത്തിൽ ബന്ധനങ്ങൾ അഴിയപ്പെടുന്ന സമയം, കെട്ടുകൾ അഴിയുന്ന സമയം, എല്ലാ എതിർപ്പുകളും തകരുന്ന സമയം, ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ ഉടഞ്ഞു മാറുന്ന സമയം. ആത്മസാന്നിധ്യം വ്യാപിക്കുന്നു, പരിശുദ്ധാത്മശക്തി വ്യാപിക്കുന്നു, പരിശുദ്ധാത്മശക്തി വ്യാപരിക്കുന്നു. ഇപ്പോൾ തന്നെ അടഞ്ഞുപോയ ഉദരങ്ങൾ തുറന്നു വരികയാണ്. ഒരു ഹന്നായിക്ക് ശമൂവേലിന് ദൈവം നൽകിയതുപോലെ, അമ്മയുടെ പ്രാർത്ഥനയ്ക്ക്, വഴിപാടിന്റെ നേർച്ചയ്ക്ക് മറുപടി നൽകിയതുപോലെ ചിലരുടെ ഉപവാസത്തിന്റെ മറുപടി. യെസ്, Jesus,
ഓ ചില റിബേക്കമാരെ പോലെ ചില പെൺമക്കളെ ദൈവം രൂപാന്തരപ്പെടുത്തട്ടെ. ഹോളി സ്പിരിറ്റ്. പിതാവേ, ഞാൻ ഈ ജനത്തെ അങ്ങയുടെ കയ്യിലേക്ക് തരുന്നു. പ്രാർത്ഥനയോടെ ഇന്ന് ഈ തിരുവെഴുത്ത് കേട്ടോണ്ടിരിക്കുന്ന ഒത്തിരി ദൈവമക്കളുണ്ട്. അവരുടെ ജീവിതത്തിൽ അസാധാരണമായ ദൈവ സാന്നിധ്യം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതിനായി നന്ദി. ഞാൻ ഈ കുടുംബത്തെ കർത്തൃകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഇവരാരും നശിച്ചു പോകാതെ എന്റെ ദൈവമേ, നിന്റെ വചനത്തിനകത്ത് ഇവരെയും ഇവരുടെ മക്കളെയും ഇവർക്കുള്ളവരെയും ദൈവം പൊതിഞ്ഞുകൊള്ളണമേ. ഇവരെ അവിടുന്ന് സഹായിക്കണമേ. കേട്ട തിരുവെഴുത്തിനായി സ്തോത്രം. ഈ വചനത്തോടെ ഞങ്ങളെയും ദൈവം അനുഗ്രഹിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സന്തോഷത്തോടെ ആമേൻ പറഞ്ഞേ. ആമേൻ. ഹല്ലേലൂയ. ഓ കർത്താവിനെ നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്താട്ടെ. ദൈവത്തിന്റെ വചനത്തിനായി സ്തോത്രം. ഈ മീറ്റിംഗിൽ വളരെ താല്പര്യത്തോടെ അറ്റൻഡ് ചെയ്ത നിങ്ങൾ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കും. പ്രിയപ്പെട്ടവരെ, മറക്കല്ല്, എല്ലാ ദിവസവും രാവിലെ 6:30 മണിക്കും വൈകിട്ട് 6:30 മണിക്കും നമ്മുടെ മീറ്റിംഗ് ഉണ്ട്. നിങ്ങളെല്ലാവരും താല്പര്യത്തോടെ ജോയിൻ ചെയ്യണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. മറ്റുള്ളവർക്ക് നിങ്ങൾ ഇന്ന് വരെ അയച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾ അയച്ചു കൊടുക്കണം. എന്തിനെന്നറിയാമോ? ഈ അഭിഷേകത്തോടുകൂടെ നിങ്ങൾ ചേർന്ന് നിൽക്കുമ്പോൾ അനുഗ്രഹം നിങ്ങൾക്കുമുണ്ട്, നിങ്ങളുടെ തലമുറകൾക്കുമുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധിയോടെ അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങളെ അതിനായി ഉപയോഗിക്കട്ടെ. അപ്പോൾ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പർ ഈ നമ്പറിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കാം. നിങ്ങളുടെ വാട്സാപ്പ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ അറിയാം. നിങ്ങൾ വാട്സാപ്പിൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം ഇട്ടാൽ മതിയാവും. അത്യാവശ്യ കോൾസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം. അന്നേരം എടുക്കാൻ പറ്റിയില്ലെങ്കിലും മീറ്റിങ്ങിലാണ്, തിരക്കാണെങ്കിൽ തിരിച്ച് ആ നമ്പറിൽ കഴിയുന്നിടത്തോളം വിളിക്കുന്നുണ്ട്. പലപ്പോഴും ഞങ്ങളുടെ ശുശ്രൂഷ കുറ്റമറ്റതാക്കി തീർക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അത് ചെയ്യുക. നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ ഞങ്ങൾ കടംപ്പെട്ടവരാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും. ഞങ്ങളുടെ മിനിസ്ട്രിയെ ഓർത്ത് ദൈവമക്കളും പ്രാർത്ഥിക്കണം. നിങ്ങളുടെ എല്ലാവിധമായ സഹകരണങ്ങളും ഞങ്ങളോടുകൂടെ വേണം എന്നും കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ അത്യുന്നതന്റെ ചിറകിന്റെ കീഴിൽ സർവശക്തനായ ദൈവം നിങ്ങളെ എല്ലാവരെയും സൂക്ഷിക്കട്ടെ. ഗാഡ് ബ്ലസ് യു. നമുക്ക് അടുത്ത ദിവസം ഒരുമിച്ച് കാണാം. പ്രാർത്ഥനയിൽ ഓർക്കാം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.